ശ്രീ ജേക്കബ് ജോർജ്, സർക്കാരിന്റെ മദ്യനയം ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ എത്ര ബാർ തുടങ്ങി, രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ എത്ര ബാർ തുടങ്ങി, ഇതിനു മുമ്പ് എത്ര ബാർ ഉണ്ടായിരുന്നു, ഇപ്പം എത്ര ബാറുണ്ട്, ആ കണക്കിലേക്ക് ഒന്നും നമുക്ക് കടക്കണ്ട. പക്ഷേ ഇപ്പോൾ ടേൺ ഓവർ ടാക്സ് പിരിച്ചെടുക്കുന്നില്ല എന്നതടക്കമുള്ള കണക്കുകൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതായത് മദ്യ നയവുമായി ബന്ധപ്പെട്ട് ആ ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ, അതിലുണ്ടാകുന്ന ചില വീഴ്ചകളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇതിന് ഉപോത്ബലകമായിട്ടാണ്. അതിനിടയിലാണ് ഡ്രൈ ഡേ എന്നുള്ളൊരു ഒഴിവാക്കണമെന്നുള്ളൊരു സജഷൻ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരിക. അതിന് തൊട്ടടുത്ത ദിവസം പുറത്തു വരുന്ന ശബ്ദരേഖയാണ് ഈ അനിമോൻ എന്ന് പറയുന്നത്. താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയുന്നത് പോലെ 2014 ഏത് KM മാണിക്ക് വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ട് എന്ന് പറയുന്നത്, ആ ആരോപണം കൊട്ടിഘോഷിച്ചത് ഏത് പാർട്ടിയാണെന്ന് കൃത്യമായിട്ട് അറിയാം. അതേ അനിമോനാണ്. അത് തീർത്തും ആധികാരികത ഇല്ലാത്ത ഒരു ശബ്ദരേഖയായി മാറുന്നുണ്ടോ? ആർക്കാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു പ്രചാരണം, ഒരു വ്യാജ പ്രചാരണമാണെങ്കിൽ അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അങ്ങനെയാണെങ്കിൽ അല്ല, അനിമോൻ്റെ ശബ്ദരേഖ, ആ ശബ്ദരേഖ അതിൽ തന്നെ അത് വ്യാജരേഖയാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതുവരെ അത് നിഷേധിക്കപ്പെട്ടിട്ടില്ല. അനിമോൻ അത് നിഷേധിച്ചിട്ടില്ല. അനിമോൻ തിരുവനന്തപുരത്ത് തൊടുപുഴയുള്ള ആളാണെന്ന് തോന്നുന്നു. കേരളത്തിലെ മദ്യവ്യാപാരികളിൽ പ്രമുഖനാണ് അദ്ദേഹം. ഇവിടെ ഈ രംഗത്ത് ഒരു അറിയപ്പെടുന്ന ആളും കൂടിയാണ്. KM മാണിക്കെതിരെയുള്ള ആ പ്രചാരണ സമയത്തൊക്കെ വളരെ ശക്തമായിട്ട് ഈ രംഗത്തുണ്ടായിരുന്നു താനും. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം നിഷേധിച്ചില്ല? അതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗവൺമെൻറ്റിനെതിരെ ആവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് പ്രതിപക്ഷം കോൺഗ്രസിൻ്റെയും BJPയുടെയും ബഹുമാനപ്പെട്ടതായ വക്താക്കൾ പറഞ്ഞതിനകത്ത് യാതൊരു സംശയമില്ല. അത് അവരുടെ ജോലിയാണ്, അവർ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ആധികാരികത MP രാജേഷ് അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അറിവിൽ എനിക്കറിയാവുന്നിടത്തോളം, നമുക്ക് പരിമിതമായ അറിവുകൾ മാത്രമേ ഉള്ളൂ. ഈ കേരളത്തിലെ CPM ഭരിച്ചപ്പോൾ PK ഗുരുദാസനായിരുന്നു എനിക്കറിയുന്ന ഒരു പ്രധാനപ്പെട്ട എക്സൈസ് മന്ത്രി. അദ്ദേഹം ഒരു പൈസ പോലും കൈക്കൂലി മേടിച്ചിട്ടില്ല. അന്ന് കോൺഗ്രസ്സുകാരൊക്കെ പറയുമായിരുന്നു പാർട്ടി മേടിച്ചിട്ടുണ്ടാവും. പക്ഷേ എനിക്കതേക്കുറിച്ച് അറിയില്ല. പാർട്ടി മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയത്തില്ല. MV ഗോവിന്ദൻ മാഷ് മന്ത്രിയായിരുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യകാലത്തിൽ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യകാലഘട്ടത്തിൽ. MV ഗോവിന്ദൻ മാഷ് എക്സൈസ് കച്ചവടക്കാരും എൻ്റെ ഓഫീസിലോ വീട്ടിലോ വന്നുകൂടാ. അന്ന് നമ്മുടെ VPP മുസ്തഫയാണ് സെക്രട്ടറി. അത് അദ്ദേഹത്തിനും അറിയാവുന്ന കാര്യമാണ്, എനിക്കത് നേരിട്ടറിയാവുന്ന കാര്യമാണ്. ചില സൗഹൃദ ബന്ധങ്ങളുടെ പേരിൽ എനിക്കറിയാം. അവരാരെയും അവിടെ സ്വീകരിച്ചിരുന്നിട്ടില്ല. നേരിട്ട് അദ്ദേഹത്തിന് MV ഗോവിന്ദൻ മാസ്റ്റർക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. MP രാജേഷിനും അത് തന്നെ. വ്യക്തിപരമായിട്ട് ഇവരാരും മദ്യക്കച്ചവടക്കാരുമായിട്ട് ബാർ ഉടമകളുമായിട്ട് നേരിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളല്ല. അതിന് യാതൊരു സംശയമില്ല, എനിക്കില്ല. പിന്നെ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ പിരിവ് നടത്തുന്നതെങ്കിൽ അത് CPM മാത്രമല്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. CPM മേടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു പാർട്ടികളും മേടിക്കും. കാരണം ബാർ കച്ചവടക്കാർക്ക് വലിയ രാഷ്ട്രീയമൊന്നുമില്ല. അവർക്ക് അവരുടെ കച്ചവടമാണ് അവരുടെ രാഷ്ട്രീയം, അവരുടെ ബിസിനസ് തന്നെയാണ് അവരുടെ രാഷ്ട്രീയം. അത് പോവുകയും ചെയ്യും. ഇന്നിപ്പോൾ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ബാർ. അതിനകത്തൊരു ഡ്രൈ ഡേ, 1 മിനിറ്റ് കച്ചവട സമയം നീട്ടിക്കൊടുത്തു. അതൊക്കെ വലിയ ആരോപണങ്ങളുണ്ടാവും. ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തീരുകയില്ല. എൻ്റെ അറിവ്, ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ബാർ ഉടമസ്ഥന്മാരുടെ ഇടയിൽ അന്വേഷിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവ്, അനിമോൻ വേറൊരു സംഘടന ഉണ്ടാക്കാൻ പോവുകയാണ് അത്രേ. അതിനുവേണ്ടിയുള്ള ഒരു ബദ്ധപ്പാട്ടിലാണ് അദ്ദേഹം. എനിക്കതിൻ്റെ കൂടുതൽ അറിയത്തില്ല. എനിക്ക് അനിമോനുമായിട്ടത് എനിക്ക് വ്യക്തിപരമായിട്ട് സൗഹൃദമൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കാനും സാധ്യതയില്ല. പക്ഷേ അങ്ങനെയാണ് ബാർ ഉടമസ്ഥർ ചിലരോട് പറഞ്ഞത് എന്ന് മാത്രമാണ് എൻ്റെ സത്യാവസ്ഥ. ഇതേക്കുറിച്ച് ഏതായാലും അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ, ഒരു സംഘടനയുടെ ഒരു സ്പ്ലിറ്റ് ഒരു വശത്ത് വരുന്നു. പക്ഷേ ഇത്രയും ഗൗരവതരമായിട്ടുള്ള ഒരു ആരോപണം, അതിന് ഒരു വഴി വെട്ടാൻ വേണ്ടി അനിമോൻ പറഞ്ഞു, അങ്ങനെ കരുതുന്നുണ്ടോ താങ്കൾ? അല്ല, അനിമോൻ അങ്ങനെ പറഞ്ഞു. അനിമോൻ ഇത് സ്വാഭാവികമായിട്ടും ഒരു പണം സംഭരിക്കാൻ വേണ്ടി നടത്തിയ ഒരു വഴി തന്നെയാണ്. അതിനുവേണ്ടി നടത്തിയ ഒരു ഫോൺ സംഭാഷണമാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ കാശ് സമാഹരിക്കാൻ വേണ്ടിയാണ്. ആ കാശ് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട, ഇത്രയ്ക്ക് കൊടുത്തെങ്കിലേ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയൂ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം ഉണ്ട്. അത് പുറത്ത് എത്ര കണ്ട് ഇത് എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം, ആരെയെ ഉദ്ദേശിച്ചാണ്? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാശൊക്കെ പിരിക്കുമ്പോൾ ഒരു ബുദ്ധിയുള്ള ബിസിനസ്സുകാരൻ ഇങ്ങനെ പരസ്യമായിട്ടൊരു ശബ്ദരേഖ ഇടുമോ? അങ്ങനത്തെ ചോദ്യം ഉണ്ട് അവർണ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അത്രമാത്രം
വിഡ്ഢിയാണ്. അല്ല, അപ്പോഴും അതിനൊരു ചെറിയൊരു വിഷയം, അസോസിയേഷൻ പ്രസിഡന്റ് ഇത് എതിർക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം അല്ലായിരുന്നു. സുനിൽകുമാർ, അത് ഫെഡറേഷൻ പ്രസിഡന്റ് പറയുന്നു. അതെ, സുനിൽകുമാർ പറയുന്നു ആ വിഷയം. അവിടെയാണ് ഒരു പ്രശ്നം, അവിടെയാണ് ആ വാദം പൊളിഞ്ഞിരിക്കുന്നത്. കൃത്യമായി 13-ാം തീയതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് പ്രസിഡന്റ് അജണ്ട അയച്ചു കൊടുത്തിരിക്കുന്നു. എന്താണ് ഈ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത്. അതിൽ പുതിയ മദ്യനയമുണ്ട്, എക്സൈസ് പരിശോധനയുണ്ട്, പിന്നെ വ്യവസായം നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. സംഘടനാപരമായ വിഷയമായി വരേണ്ട ഈ കെട്ടിട നിർമ്മാണം ഈ അജണ്ടയിൽ എവിടെയുമില്ല. അപ്പോൾ ഈ അജണ്ടയ്ക്കപ്പുറത്തേക്കുള്ള ഒരു വിഷയം ചർച്ച ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ പറയുന്ന ആ വാദത്തിനകത്ത് ഫെഡറേഷൻ പ്രസിഡന്റിന്റെ വാദം തള്ളിപ്പോവുകയാണ്. അല്ലെ, ഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റ് ആണല്ലോ അനിമോൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണെന്നാണല്ലോ നേരത്തെ അപർണ ഇവിടെ സൂചിപ്പിച്ചത് അല്ലേ? അപ്പോൾ വൈസ് പ്രസിഡന്റിന്റെ അധികാരങ്ങൾ കുറച്ചൊക്കെ വൈസ് പ്രസിഡന്റിനും ഉപയോഗിക്കാമല്ലോ. ഒരുപക്ഷെ പ്രസിഡന്റിന്റെ അനുമതിയോടെയാണോ വൈസ് പ്രസിഡന്റ് ഇതുപോലെ ശബ്ദരേഖ ഇട്ടത് എന്ന് പറയാൻ പറ്റത്തില്ല. എന്തൊക്കെയാണെങ്കിലും ഇതിൽ ഈ സംഭവത്തിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ബാർ ഉടമസ്ഥർ ആയതുകൊണ്ട് അവർക്ക് അവരുടേതായ കച്ചവട താല്പര്യങ്ങളുണ്ട്. ആ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി കാലം കണക്ക് ചോദിക്കുന്നില്ലേ ശ്രീ ജേക്കബ് ജോർജ്? ഇതാണ് ഇതിന്റെ അന്ന് KM മാണി സാറിനെ നേരത്തെ അപർണ ചൂണ്ടിക്കാണിച്ച പോലെ അത് ശബ്ദരേഖയായിരുന്നില്ല, ഇതുപോലെ ഒരു ചർച്ചയായിരുന്നു. അന്നാണ് ബിജു രമേശ് ഇത് ആരോപണം പുറത്തു കൊണ്ടുവന്നത്. ഒരു ബോംബ് പൊട്ടുന്നത് പോലെയാണ് പൊട്ടിയത്. അന്ന് അപർണ ഞാനും ആ ചർച്ചയിൽ പങ്കെടുത്തതാണ്. എൻ്റെ മുന്നിൽ വെച്ചാണ് ബിജു രമേശ് ഇതൊക്കെ പറയുന്നത്. എന്നിട്ട് ആ 9 മണിക്കുള്ള ചർച്ച 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും നീട്ടിക്കൊടുത്തു. കാരണം അങ്ങനെ തീ കത്തി നിൽക്കുന്ന ചർച്ചയായിരുന്നു ആ സമയത്ത്. മണിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ബിജു രമേശ് കുറേ കാര്യങ്ങൾ വെച്ചിട്ട്. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായത് അതിൻ്റെ അകത്ത് വേറെയും ചില ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. UDFിൻ്റെ അകത്തെ കേരള കോൺഗ്രസിനെതിരായിട്ടുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേന്ന് തന്നെ രമേശ് ചെന്നിത്തല അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞിട്ട് കൊച്ചി വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നു. വിമാനത്താവളത്തിൽ തന്നെ ക്വിക്ക് വെരിഫിക്കേഷൻ ഇടുന്നു KM മാണിക്കെതിരെ. അങ്ങനെ വിജിലൻസിൻ്റെ ക്വിക്ക് വെരിഫിക്കേഷൻ ഇടുന്നു, QV എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വലിയ ചർച്ചാ വിഷയം, രാഷ്ട്രീയ പ്രയോഗം തന്നെയായിട്ട് മാറിയത്. അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് പല തട്ടുകൾ കടന്നു. അവസാനം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് ഇങ്ങേപ്പുറത്ത് പോകുന്നു. ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. ഇതിലെന്താണ് രാഷ്ട്രീയം എന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങളെ മനസ്സിലാക്കാൻ കഴിയൂ. എനിക്ക് ഔദ്യോഗികമായിട്ടോ അതോറിറ്റേറ്റീവായിട്ടോ യാതൊരു വിവരവും എനിക്ക് കിട്ടിയിട്ടില്ല. ഇത്രമാത്രം എനിക്ക് അഭിപ്രായമായിട്ട് പറയാം.